മൂന്നാം ക്ലാസ്സിലെ ലിസാനിലെ 4ാമത്തെ പാഠം അദർസു റാബിയോ മസ്മുക്ക, നിന്റെ പേരെന്താണ്? മസ്മുക്ക, നിന്റെ പേരെന്താണ്? അറബിയിൽ പുരുഷനോടാണെങ്കിൽ മസ്മുക്ക, നിന്റെ പേരെന്താണ് എന്നും, സ്ത്രീയോടാണെങ്കിൽ മസ്മുക്കി, നിന്റെ പേരെന്താണ് എന്നും ചോദിക്കാം. നമുക്ക് പാഠം നോക്കാം. യാ വലതു മസ്മുക്ക, യാ വലതു, ഏ ആൺകുട്ടി, മസ്മുക്ക, നിന്റെ പേരെന്താണ്? മസ്മുക്ക, നിന്റെ പേരെന്താണ്? ക എന്ന് വരുമ്പോൾ നിന്റെ. അതിൻ്റെ ഉത്തരം ഇസ്മി, എൻ്റെ പേര്, മുഹമ്മദ്, അഹമ്മദ്, അങ്ങനെ എഴുതാം. ഇസ്മി മുഹമ്മദ്, ഇസ്മി അഹമ്മദ്. അടുത്തത് മസ്മു ഉമ്മിക്ക യാ വലതു. മസ്മു ഉമ്മിക്ക, ഉമ്മിക്ക, നിന്റെ ഉമ്മ. മസ്മു ഉമ്മിക്ക, നിന്റെ ഉമ്മയുടെ പേരെന്താണ്? യാ വലതു, ഏ ആൺകുട്ടി, ഏ ആൺകുട്ടി, നിന്റെ ഉമ്മയുടെ പേരെന്താണ്? ഇസ്മു ഉമ്മി, എൻ്റെ ഉമ്മയുടെ പേര്. ഇസ്മു ഉമ്മി, ഉമ്മി, എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മയുടെ പേര് ഖദീജ, അല്ലെങ്കിൽ ഇസ്മു ഉമ്മി ഫാത്തിമ, അങ്ങനെ എഴുതാം. യാ ഫാത്തിമ ഐന ബൈത്തുക്കി. യാ ഫാത്തിമ, ഏ ഫാത്തിമ, ഐന, എവിടെ, ബൈത്തുക്കി, നിന്റെ വീട്. ഫാത്തിമ ആയതുകൊണ്ട് ബൈത്തു ഖി എന്നാണ് വന്നത്. പെൺകുട്ടിയാവുമ്പോൾ ഖി എന്ന് വരും. ഐന ബൈത്തുക്കി, നിന്റെ വീട് എവിടെ? ബൈത്തി ഖുർബൽ മദ്രസത്തി യാ ഉസ്താദി. ബൈത്തി, എൻ്റെ വീട്. ഖുർബൽ മദ്രസത്തി, മദ്രസയുടെ അടുത്താണ്. യാ ഉസ്താദി, ഏ ഉസ്താദേ, ഏ ഉസ്താദേ, എൻ്റെ വീട് മദ്രസയുടെ അടുത്താണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നബിയെ, അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കി യാ ഉമ്മി, ഏ ഉമ്മ, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. യാ ഉമ്മി എന്ന വന്നതുകൊണ്ട് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കി, കി എന്നാണ് വന്നത്. ഐന സിവാറുക്കി യാ ആയിഷ. ഐന, എവിടെ, സിവാറുക്കി, നിന്റെ വള. സിവാറുൻ, വള. സിവാറുക്കി, നിന്റെ വള എവിടെ? യാ ആയിഷ, ഏ ആയിഷ, നിന്റെ വള എവിടെ? സിവാരി ഫീ യദി. സിവാരി, എൻ്റെ വള, ഫീ യദി, എൻ്റെ കയ്യിലാണ്. ഐന അബൂക്ക യാ നൗഫലു. ഐന അബൂക്ക, അബൂക്ക, നിന്റെ ഉപ്പ. ഐന, എവിടെ, യാ നൗഫലു, ഇവിടെ നൗഫൽ ആയതുകൊണ്ട് തന്നെ അബൂക്ക എന്നാണ് വന്നത്. ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ക എന്ന് വന്നു. ഏ നൗഫലെ, നിന്റെ ഉപ്പ എവിടെ? അബി ഫിൽ മസ്റൈ. അബി, എൻ്റെ ഉപ്പ, ഫിൽ മസ്റൈ, കൃഷിസ്ഥലത്താണ്. മസ്റ, കൃഷിസ്ഥലം. എൻ്റെ ഉപ്പ കൃഷിസ്ഥലത്താണ്. ഐന ഫലൻസുവത്തുക്ക യാ സുലൈമാൻ. ഐന, എവിടെ, ഫലൻസുവത്തു, തൊപ്പി. ഇവിടെ സുലൈമാൻ ആയതുകൊണ്ട് തന്നെ ക എന്ന. ഫലൻസുവത്തുക്ക, നിന്റെ തൊപ്പി എവിടെ? യാ സുലൈമാൻ, ഏ സുലൈമാനെ, നിന്റെ തൊപ്പി എവിടെ? ഫലൻസുവത്തി, എൻ്റെ തൊപ്പി, അലാ റഇസി, അല പഠിച്ചു, മുകളിൽ, മേൽ, റഇസി, എൻ്റെ തല. ഫലൻസുവത്തി അലാ റഇസി, എൻ്റെ തൊപ്പി എൻ്റെ തലയിലാണ്. നസിലു വനക്റവു, നമുക്ക് ചേർത്ത് വായിക്കാം.
മസ്മു, ഇവിടെ മസ്മു കഴിഞ്ഞിട്ട് കാന്നുണ്ട് കീന്നുണ്ട്. ഇതിലേതാ എഴുതേണ്ടതെന്ന് ഇപ്പുറത്തെ കോളത്തിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. യാ വലതു, യാ വലതു എന്നതിൻ്റെ കൂടെ ഏ ആൺകുട്ടി എന്നാണ്. ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ മസ്മുക്ക, മസ്മുക്ക യാ വലതു. ഏ ആൺകുട്ടി നിന്റെ പേരെന്താണ്? മസ്മു, ഇവിടെ യാ ബിന്തു എന്നാണ്, ഏ പെൺകുട്ടി എന്നാണ്. മസ്മുക്കി യാ ബിന്തു, ഏ പെൺകുട്ടി നിന്റെ പേരെന്താണ്? ഇവിടെ യാ ത്വാലിബു എന്നാണ്. ത്വാലിബു എന്ന് വന്നതുകൊണ്ട് തന്നെ മസ്മുക്ക യാ ത്വാലിബു, ഏ വിദ്യാർത്ഥി നിന്റെ പേരെന്താണ്? ഇനി യാ ത്വാലിബത്തു, വിദ്യാർത്ഥിനി, വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ മസ്മുക്കി, മസ്മുക്കി യാ ത്വാലിബത്തു, ഏ വിദ്യാർത്ഥിനി നിന്റെ പേരെന്താണ്? അസ്സലാമു അലൈക്ക, ഇവിടെ അലൈക്ക അലൈക്കി രണ്ടും തന്നിട്ടുണ്ട്. യാ ബഷീറു, യാ ബഷീറു എന്നതിനെ നോക്കാം. ഇവിടെ പുല്ലിംഗമായതുകൊണ്ട് തന്നെ പുരുഷനായതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്ക യാ ബഷീറു, കാ എന്നാണ് വരേണ്ടത്. ഏ ബഷീറെ നിന്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു, അടുത്തത് ഇവിടെ യാ ബുഷറ എന്നാണ്, പെൺകുട്ടിയാണ് ബുഷറ. അസ്സലാമു അലൈക്കി യാ ബുഷറ, കി എന്നാണ് വരേണ്ടത്, പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ. ഏ ബുഷറ നിന്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അടുത്തത് യാ ജുമാന, യാ ജുമാന എന്ന് വന്നതുകൊണ്ട് പെൺകുട്ടിയാണ്, കി എന്നാണ്. അസ്സലാമു അലൈക്കി യാ ജുമാന, ഏ ജുമാന നിന്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അടുത്തത് യാ ജാബിറു, യാ ജാബിറു ആൺകുട്ടിയാണ്, ക എന്നാണ്. അസ്സലാമു അലൈക്ക യാ ജാബിറു, ഏ ജാബിറെ നിന്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നുകമ്മിലു ബിൽ മുനാസിബ്, നമുക്ക് യോജിച്ചത് ചേർക്കാം. കോളത്തിൽ 2 തന്നിട്ടുണ്ട്, അതിൽ യോജിച്ചത് ചേർക്കാം. യാ സുബൈറു ഐന ഡേഷ്, സാഅത്തുക്ക സാഅത്തുക്കി, സുബൈറു എന്നായതുകൊണ്ട് തന്നെ ആൺകുട്ടിയാണ് അല്ലേ. ഐന സാഅത്തുക്ക, ക എന്നാണ് വരേണ്ടത്. ഏ സുബൈറെ നിന്റെ വാച്ചെവിടെ? അസ്സലാമു അലൈക്കി യാ ഡേഷ് അമ്മത്തി അമ്മി, അമ്മത്തി എന്നതിൻ്റെ അർത്ഥം എൻ്റെ അമ്മായി, അമ്മി എൻ്റെ അമ്മാവൻ. ഇവിടെ അസ്സലാമു അലൈക്കി കി എന്ന് തന്നതുകൊണ്ട് യാ അമ്മത്തി, എൻ്റെ അമ്മായി നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നതദറബു, അടുത്തത് നമുക്ക് പരിശീലിക്കാം. ബിസ്മിക റബ്ബി വലതു ജംബി, ഇതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബിസ്മിക റബ്ബി വലതു ജംബി, അതിൻ്റെ അർത്ഥം എൻ്റെ രക്ഷിതാവേ നിന്റെ നാമം കൊണ്ട് എൻ്റെ ഭാഗത്തെ ഞാൻ വച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഉഫ്രാനക്കൽ ഹംദുലില്ലാഹി, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഉഫ്രാനക്ക നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അൽഹംദുലില്ലാഹി സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അള്ളാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നുഅരിബു അറബിയാക്കാം. അടുത്തത് നുഅരിബു അറബിയാക്കാം. നിന്റെ പേര് എന്താകുന്നു? അതിനെങ്ങനെയാണ് അറബിയിൽ എഴുതുക? മസ്മുക്ക, മസ്മുക്ക എന്ന ആൺകുട്ടിയോടാണെങ്കിൽ മസ്മുക്ക, പെൺകുട്ടിയോടാണെങ്കിൽ മസ്മുക്കി. അടുത്തത് തന്നത് എൻ്റെ പേര് റാഷിദ എന്നാണ്. ഇവിടെ റാഷിദ എന്നാണ് ഉത്തരം. അപ്പോൾ നിൻ്റെ പേരെന്താകുന്നു എന്നതിന് മസ്മുക്കി, പെൺകുട്ടിയോടാണ്, അതുകൊണ്ട് തന്നെ മസ്മുക്കി. ഇനി രണ്ടാമത്തേൻ്റെ ഉത്തരം എൻ്റെ പേര് റാഷിദ എന്നാണ്. അതെങ്ങനെ എഴുതാം? ഇസ്മി റാഷിദ, ഇസ്മി റാഷിദ. നിൻ്റെ ഉമ്മയുടെ പേര് എന്താണ്? റാഷിദയുടെ അടുത്താണ് ചോദിക്കുന്നത് നിൻ്റെ ഉമ്മയുടെ പേര് എന്താണെന്ന്. അപ്പോൾ പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. മസ്മു ഉമ്മിക്കി,
കി എന്നാണ് എഴുതേണ്ടത്. മസ്മു ഉമ്മിക്കി. നാലാമത്തെ, എൻ്റെ ഉമ്മയുടെ പേര് സുമയ്യ എന്നാകുന്നു. ഇസ്മു ഉമ്മി സുമയ്യ. ഇസ്മു ഉമ്മി സുമയ്യ. ഈ പാഠത്തിൽ യാ എന്നതും ക കി എന്നതുമാണ് പഠിക്കാണ്ടായിരുന്നത്. യാ എന്നത്, യാ വലതു എന്നത് ഏ ആൺകുട്ടി, ഏ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് യാ എന്ന് ചേർക്കുന്നത്. ക എന്നത് നിൻ്റെ, പുരുഷനോടാണെങ്കിൽ നിൻ്റെ എന്നതിന് ക ചേർക്കും, സ്ത്രീയോടാണെങ്കിൽ നിൻ്റെ എന്നതിന് കി എന്നും ചേർക്കും. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.